വെൽക്കം ടു ട്രൈഡു. നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് എങ്ങനെയൊക്കെ ആവുമെന്ന് പരിശോധിക്കാം. അതിന് വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയകൾ മാർക്ക് ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ട് മാർക്ക് ചെയ്യുന്നത് കഴിഞ്ഞ ഓൾ ടൈം ഹൈ ആണ് മാർക്ക് ചെയ്യുന്നത്. അതാണ് 2 ദിവസം മുന്നേ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയത്. ഈ ഓൾ ടൈം ഹൈ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. അപ്പൊ അത് തന്നെ സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ അതിന്റെ തൊട്ട് താഴെയുള്ള ഡേ ക്യാൻഡലിന്റെ ഹൈയും മാർക്ക് ചെയ്യുന്നുണ്ട്. അതും സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. ഇനി ഈ മാർക്ക് ചെയ്ത രണ്ട് ഏരിയയുടെ ഉള്ളിൽ ഒരു FEG അഥവാ ഇംബാലൻസ് ഉണ്ട്. അതിനെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നത് ഇന്നലത്തെ ഹൈനെയാണ്. ഹൈയിൽ നിന്ന് കിട്ടിയ വിക്ക് അടക്കമാണ് മാർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇന്നലത്തെ ഹൈനെയും മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇന്നലത്തെ ലോയിനെയും മാർക്ക് ചെയ്യുന്നുണ്ട്. ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയകൾ മാർക്ക് ചെയ്യുന്നത്. ഇനി മാർക്ക് ചെയ്യാനുള്ള സപ്പോർട്ടാണ്. സപ്പോർട്ട് ഇംബാലൻസിന്റെ താഴെയുള്ള ക്യാൻഡലിനെ ഒരു ഫുൾ ക്യാൻഡലിനെ മാർക്ക് ചെയ്യാണ്, സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്യാണ്. ഇത്രയാണ് ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്യുന്നത്. കൂടുതൽ അനാലിസിസിന് വേണ്ടി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകേണ്ടതുണ്ട്. അതിനു മുന്നേ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയാണെന്നുള്ളതൊന്ന് പരിശോധിച്ചിട്ട് വരാം. ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ വരുന്നത് ഓസ്ട്രേലിയൻ ഡോളറിൽ വരുന്നുണ്ട്, ബ്രിട്ടൻ പൗണ്ടിൽ വരുന്നുണ്ട്, യൂറോയിൽ വരുന്നുണ്ട്, അതുപോലെ വീണ്ടും USD വരുന്നുണ്ട്, പിന്നെ വീണ്ടും യൂറോയിൽ വരുന്നുണ്ട്. ഓസ്ട്രേലിയൻ ഡോളറിലുള്ള രണ്ട് ന്യൂസ് വന്നു കഴിഞ്ഞു. ഇനി GBP വരുന്ന ക്ലൈമറ്റ് കൗണ്ട് ചേഞ്ച് ആണ്. ക്ലൈമറ്റ് കൗണ്ട് ചേഞ്ച് വരുന്നത് ഇന്ത്യൻ സമയം 11:30-ക്കാണ്, കാലത്ത് 11:30-ക്കാണ് വരുന്നത്. അതിന്റെ ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ലെസ് ദാൻ ഫോർകാസ്റ്റ് ഇസ് ഗുഡ് ഫോർ കറൻസി എന്നാണ്. എന്ന് വെച്ചാൽ പ്രീവിയസ് വന്നിരിക്കുന്നത് 50.4 ആണ്. ഫോർകാസ്റ്റ് വരുന്നത് വളരെ ചെറുതാണ്, 23.4Kയിലാണ് ഫോർകാസ്റ്റ് വരുന്നത്. അപ്പൊ പ്രീവിയസിനേക്കാളും ചെറിയൊരു ഫിഗർ വന്നിട്ടുണ്ടെങ്കിൽ കറൻസി സ്ട്രോങ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കറൻസി സ്ട്രോങ് ആവും. ഇനി ഇതിന്റെ മെഷേഴ്സ് എന്താണെന്നുള്ളത് നോക്കാം. ചേഞ്ച് ഇൻ ദ നമ്പർ ഓഫ് പീപ്പിൾ ക്ലൈമിംഗ് അൺഎംപ്ലോയ്മെന്റ് റിലേറ്റഡ് ബെനിഫിറ്റ് ഡ്യൂറിംഗ് ദ പ്രീവിയസ് മന്ത് ആണ്. ലാസ്റ്റ് മന്തിൽ അൺഎംപ്ലോയ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ബെനിഫിറ്റ്സ് ക്ലെയിം ചെയ്തതിന്റെ കണക്കാണ് ഈ ക്ലൈമറ്റ് കൗണ്ട് ചേഞ്ച് എന്ന് പറയുന്നത്. ഇനി മെയിൻ റീഫിനാൻസിംഗ് റേറ്റ് യൂറോയിൽ വരുന്നുണ്ട്, 545 വരുന്നത്. അതുപോലെ മോണിറ്ററി പോളിസി സ്റ്റേറ്റ്മെന്റ് വരുന്നുണ്ട് യൂറോയിൽ 545. ഒപ്പം തന്നെ അൺഎംപ്ലോയ്മെന്റ് ക്ലൈംസ് വരുന്നുണ്ട് USD. അൺഎംപ്ലോയ്മെന്റ് ക്ലൈംസ് എന്താണെന്നുള്ളത് നോക്കാം. അൺഎംപ്ലോയ്മെന്റ് ക്ലൈംസ് ആക്ച്വൽ ലെസ് ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ്. അതും എങ്ങനെയാണ് വന്നിരിക്കുന്നത്? കഴിഞ്ഞ തവണ വന്നിരിക്കുന്നത് 220K ആണ് വന്നിരിക്കുന്നത് പ്രീവിയസ്. ഫോർകാസ്റ്റ് അതിനേക്കാൾ കൂടുതലാണ്, 229K ആണ് വന്നിരിക്കുന്നത്. ന്യൂസ് വരുന്ന സമയത്ത് ശ്രദ്ധിക്കുക. ഫോർകാസ്റ്റിനേക്കാളും ചെറുതായാൽ മാത്രം പോരാ, പ്രീവിയസിനേക്കാളും ചെറുതായിരിക്കണം. കാരണം ഇത് അൺഎംപ്ലോയ്മെന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആയ ന്യൂസ് ആണ്. ഫോർകാസ്റ്റിനേക്കാളും ചെറുതായാൽ മാത്രം പോരാ, പ്രീവിയസ് ഉള്ള ഫിഗറിനേക്കാളും ചെറുതായിരിക്കണം. അത് ന്യൂസ് ടൈമിൽ എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി വരുന്നത് ECB പ്രസ് കോൺഫറൻസ് ആണ്. യൂറോയിൽ വരുന്നതാണ്. 6:15 PM വരുന്നത്, 6:15 വരുന്നത്. അപ്പൊ ഇന്ന് ട്രേഡ് എടുക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 5:45 മുതൽ 6:15 വരെ ന്യൂസ് ഉണ്ട്. അപ്പൊ ആ ന്യൂസ് ഉള്ളത് കൊണ്ട് തന്നെ മാർക്കറ്റിൽ വോളറ്റിലിറ്റി കൂടുതലായിരിക്കും, മണി പമ്പിങ് ഉണ്ടായിരിക്കും. ആ ഒരു സമയത്ത് പരമാവധി എല്ലാവരും ട്രേഡിൽ നിന്ന് മാറി നിൽക്കുക. ട്രേഡ് എടുക്കുന്ന ആളുകൾ തന്നെ, അല്ലെങ്കിൽ ട്രേഡ് ഹോൾഡ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ മാത്രം ചെയ്യുക. കൃത്യമായ സ്റ്റോപ്പ് ലോസ് വെക്കുക. ന്യൂസിന്റെ ഇമ്പാക്ട് കൊണ്ട് ആ സമയത്ത് സ്പ്രെഡ് വൈഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വെച്ച സ്റ്റോപ്പ് ലോസ് ഒരുപക്ഷെ ഇറങ്ങിയായിരിക്കും അടിക്കുന്നുണ്ടാവുക. കൂടുതൽ നഷ്ടത്തിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് ഈ സമയത്ത്. ഇനി നമുക്ക് ചാർട്ടിൽ പോയിട്ട് ചെറിയ ടൈം ഫ്രെയിമിലെ അനാലിസിസുകൾ നോക്കാം. ഡേ ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഇന്നലെ ക്ലോസ് ചെയ്ത ക്യാൻഡലിന്റെ താഴെയാണ്. ഒരു ചെറുതായിട്ടൊന്ന് താഴോട്ടേക്ക് വന്നിട്ട് വീണ്ടും മുകളിലോട്ടേക്ക് പോകാനുള്ള ശ്രമമാണ് നടത്തുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം. 4 ഹവറിൽ പോയിട്ട് ചെക്ക് ചെയ്യാം. 4 ഹവറിൽ വളരെ സ്ട്രോങ് ആയ ഒരു ബെയറിഷ് ക്യാൻഡിൽ ഇന്നലെ തന്നിട്ടുണ്ടായിരുന്നു. ബെയറിഷ് ക്യാൻഡിൽ തന്നു കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റ് താഴോട്ട് വന്നിട്ട് ഒരു FEG, ഇവിടെ നിന്നുള്ള FEG, 4 ഹവറിന്റെ FEG എടുത്തിട്ടുണ്ട്. FEG എടുത്തിട്ടാണ് മുകളിലോട്ട് പോകുന്നത്. മുകളിലോട്ട് പോയിട്ട് മറ്റൊരു FEGനെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇപ്പോൾ ഫില്ല് ചെയ്തിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ആ ഒരു FEGയെ മാർക്ക് ചെയ്യുന്നുണ്ട്, 4 ഹവറിന്റെ FEG ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ഏറെക്കുറെ ഇംബാലൻസ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് അവിടെ നിന്ന് താഴോട്ടേക്ക് വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഇപ്പോ ഏഷ്യൻ സെക്ഷനിൽ തന്നെ അതിനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്നലെ എടുത്ത ലോ, അതായത് നമ്മളിപ്പോ മാർക്ക് ചെയ്ത ലോയെ ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും ഈ താഴോട്ടേക്ക് ഇറങ്ങി വരാനുള്ള ഡേ FEGയിൽ ബാലൻസ് ഉള്ള ഏരിയയിലേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ 4 ഹവറിന്റെ ഇമ്പോർട്ടന്റ് ആയ ഏരിയാസ് മാർക്ക് ചെയ്യാനുണ്ട്. ആദ്യം മാർക്ക് ചെയ്യുന്നത് സപ്പോർട്ടാണ്. സപ്പോർട്ട് നേരത്തെ ഡേയിൽ മാർക്ക് ചെയ്ത അതേ സപ്പോർട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇന്നലത്തെ ഹൈനെയാണ് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യുന്നത്. ഡയലുള്ള അതേപോലെ തന്നെയാണ് മാർക്ക് ചെയ്യുന്നത്. കാര്യമായ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇംബാലൻസ് ഓൾറെഡി മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇന്നലത്തെ ലോ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഡയൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. കൂടുതൽ അനാലിസിസിന് വേണ്ടിയിട്ട് 1 ഹവറിലേക്ക് പോകാം.
1 ഹവറിൽ റിജക്ഷന് വേണ്ടിയിട്ട് മാർക്കറ്റ് കാത്തു നിൽക്കുകയാണ്. ഇവിടെ നോക്കിയാൽ കാണാം. ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ ആയിരുന്നു. സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ചെയ്തു. വീണ്ടും ആ ഏരിയയിലേക്ക് തന്നെ മാർക്കറ്റ് വന്നിട്ടുണ്ട്. ഒരു നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലാണ് വന്നിരിക്കുന്നത്. പക്ഷേ റിജക്ഷൻ കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു ഏരിയയിൽ നിന്ന് റിജക്ഷൻ കിട്ടിയതിന് ശേഷം താഴോട്ടേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഒരുപക്ഷെ സ്വല്പം കൂടി മുകളിലേക്ക് പോയിട്ട് ഇവിടേക്ക് എത്തിയേക്കാം. എന്തായാലും നമുക്കൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു കൺഫർമേഷൻ കിട്ടാതെ എൻട്രി എടുക്കില്ല. ഇനി നമുക്ക് എൻട്രി സാധ്യതകൾ പരിശോധിക്കാം. അതിനു മുന്നേ 1 ഹവറിന്റെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യാം. 1 ഹവറിന്റെ സപ്പോർട്ട് നിൽക്കുന്നത് ഇപ്പോ മാർക്കറ്റ് നിൽക്കുന്നതിന്റെ തൊട്ട് താഴെയുള്ള ഒരു ക്യാൻഡിലാണ്. ഒരു ക്യാൻഡിൽ എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു FVG എടുത്തിട്ട് മാർക്കറ്റ് റിട്ടേൺ ആയ ഒരു ക്യാൻഡിലാണത്. ആ ഒരു ക്യാൻഡിലിനെ മാർക്ക് ചെയ്യുന്നുണ്ട്. 1 ഹവറിൽ ഫില്ല് ചെയ്യാൻ കിടക്കുന്ന ഒരു FVG ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് അവിടേക്ക് എത്താനുള്ള ഒരു സാധ്യതയും കൂടി കാണുന്നുണ്ട് എന്നുള്ളത്. റെസിസ്റ്റൻസ് മാറ്റമൊന്നുമില്ല. നമ്മൾ 4 ഹവറിൽ വരച്ച അതേ റെസിസ്റ്റൻസ് തന്നെയാണ്. ഇനി എൻട്രി സാധ്യത ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് 50 മിനിറ്റ്സിലോട്ട് പോവാം. 15 മിനിറ്റ്സിൽ നോക്കുകയാണെങ്കിൽ ഇന്നലെ ഒരു നല്ലൊരു കൺസോൾട്ടേഷൻ തന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു കൺസോൾട്ടേഷനെ ഒന്ന് ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് വന്നിട്ടുണ്ട്. താഴോട്ടേക്ക് വന്ന് സപ്പോർട്ട് എടുത്തിട്ട് ദേ ഒരു ചെറുതായിട്ട് മാർക്കറ്റ് ബിൽഡ് ചെയ്തിട്ട് മുകളിലേക്ക് പോകാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ താഴോട്ടേക്കുള്ള സെൽ എൻട്രി എന്ന് പറയുന്നത് കുറച്ച് റിസ്ക് ആണ്. പക്ഷെ നമുക്കൊരു കൺഫർമേഷൻ കിട്ടിയ ധൈര്യമായിട്ട് എടുക്കാം. കൺഫർമേഷൻ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഒരു ഏരിയയിലാണ്. ഇപ്പൊ മാർക്കറ്റ് നിൽക്കുന്നതിന്റെ കുറച്ച് തൊട്ട് മുകളിൽ 1 ഹവറിന്റെ ഇംബാലൻസിലോ അല്ലെങ്കിൽ മാർക്കറ്റ് നിൽക്കുന്ന ഏരിയയിൽ നിന്ന് ഒരു കൺഫർമേഷൻ ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഏറെക്കുറെ ഏരിയ ഇവിടെ ആയിട്ട് വരും. ഈ ഒരു ഏരിയയിൽ നിന്നായിരിക്കും ഞാനൊരു സെല്ലിനുള്ള ഇത് എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷെ മാർക്കറ്റ് ഇപ്പൊ ബിൽഡ് ചെയ്ത് പോകുന്നത് ബൈക്കുള്ളതാണ്. അപ്പോ അങ്ങനെ ബൈ നമുക്ക് നോക്കണമെങ്കിൽ ഇതിനെ ബ്രേക്ക് ചെയ്ത് ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഇവിടെ സസ്റ്റെയിൻ ചെയ്യണം. കാരണം ഇതിനെ ബ്രേക്ക് ചെയ്യാമെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു സപ്പോർട്ട് ഏരിയ ആയിരുന്നു. പിന്നെ അതിനെ ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് വന്നു. ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പൊ പോകുന്നത്. അപ്പൊ ബ്രേക്ക് ചെയ്ത് ഇതിന്റെ മുകളിൽ ട്രേഡ് ചെയ്യണം. ട്രേഡ് ചെയ്ത് കുറച്ച് സമയം ട്രേഡ് ചെയ്തതിനു ശേഷം കൃത്യമായൊരു പ്രൈസ് ആക്ഷൻ തന്നതിന് ശേഷമേ നമ്മൾ ബൈയിലേക്ക് പോവുള്ളൂ. സെല്ലിലേക്കും പറഞ്ഞ പോലെ തന്നെ ഏരിയയിൽ നിന്ന് ക്ലിയർ ആയിട്ടുള്ള കൺഫർമേഷൻ നമുക്ക് കിട്ടണം. അപ്പൊ എനിവേ ഈ ഏരിയയിലേക്ക് മാർക്കറ്റ് എത്താൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. മാർക്കറ്റ് ഇതിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ നമുക്ക് ട്രേഡ് എടുക്കാം. ബൈ ട്രേഡ് എടുക്കാം. അല്ല അവിടെ നിന്ന് റിജക്ഷൻ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു സെൽ ട്രേഡ് എടുക്കാം. ബൈ ട്രേഡ് എടുക്കുകയാണെങ്കിൽ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇന്നലത്തെ ഹൈ ആയിരിക്കും. സെൽ ട്രേഡ് എടുക്കുകയാണെങ്കിൽ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇന്നലത്തെ ലോ ആയിരിക്കും. ഏകദേശം അത്യാവശ്യം നല്ലൊരു ട്രേഡ് കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പൊ എല്ലാവരും നോക്കിയും കണ്ടും ട്രേഡ് എടുക്കുക. ട്രേഡിനെ കുറിച്ച് മനസ്സിലാക്കി എടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ ട്രേഡിനെ കുറിച്ച് മനസ്സിലാക്കി എടുക്കാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാം. ഈ വരുന്ന ജൂലൈ 27 പുതിയ ബാച്ച് തുടങ്ങുന്നുണ്ട്. ആ ഒരു പുതിയ ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡ് പഠിക്കാം. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കാണുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്ത് വെയിറ്റ് ചെയ്യുക.